പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 13 ബുധനാഴ്ച. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകളെ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ
ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് പൂച്ചക്കാരും മണികെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ്. ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞാൽ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളതിന് 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് നൽകി കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മുടെ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മൾക്ക് ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. പക്ഷെ അങ്ങനെയല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ദൈവം തന്നെ അനുഗ്രഹം ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല്. ഇപ്പം നിങ്ങളെ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കടം വരുന്നൊരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്. അത് അനിയൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ? അത് ആരുടെയെങ്കിലും ആലോചന ഉണ്ട്. അത് അളിയൻ്റെ അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചനയല്ലേ? 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ? അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അമ്മ ഈ പ്രത്യക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് അത് 2004 തന്നെ 10 കൊല്ലം കഴിഞ്ഞാണ്, 10-12 കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നതായിരുന്നു? ആ 2004 മനക്കോടം ഫൊറോണ പള്ളി ഇരിക്കേ, അത് ഫൊറോണ വികാരിയാണ്. അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകണത്. ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കൃപാസനത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ട്. ആദ്യവാഴ്ച അതാണ് മെയിൻ ശുശ്രൂഷ. ആദ്യവാഴ്ച ഉള്ളു. അതിന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഒരു ആശയം പരിശുദ്ധാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 41 ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സർക്കാർ വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ്. നീ ജനങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർ കടമാണ്, കല്യാണം വെക്കണില്ല, കർത്താവെ സഹായിക്കണമെന്ന് ഇങ്ങനെ എഴുതും.
എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം 10-20 പേരുടെ അല്ലെങ്കിൽ 10-5 പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും. എന്നിട്ട് ഞാൻ ഇടക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട നിന്നുകൊണ്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും. അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് പോയിരിക്കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകണം, എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൂട്ടും. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ഞാൻ കടലോരത്ത് സ്ഥലം തിരക്കി കിടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി, ജോസഫ്, സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട്, കർത്താവ് അവിടെയല്ലേ നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത്, നാഷണൽ ഹൈവേയിലാണെന്ന്. പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രദർ എന്നെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്ഥലം അച്ഛന് തരാം, കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് കൊടുത്ത്, അപ്പോൾ അതെല്ലാം അപ്പോൾ ഈ അച്ഛൻ അത് 2004 96 അച്ഛൻ എനിക്ക് കത്തെഴുതിയത്. എനിക്ക് സ്ഥലം കിട്ടുന്നത് 97. അപ്പോൾ അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട്. പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയെല്ലാൻ വേണ്ടി വന്ന് മലക്കുളം പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാനക്കാരോ അച്ഛനെ വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛൻ ഇത് മനസ്സിലായില്ല. ഇതെല്ലാം ഇങ്ങനെ കുറേ കടലാസ് പേപ്പറെല്ലാം സക്രാരി ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ്, സക്രാരി അത് വെക്കരുത് കേട്ടോ, സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളി എൽഡർ പ്രീസ്റ്റ് അല്ലേ, തന്നെയല്ല നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, ഇപ്പോഴും നമ്മൾ സക്രാരി തന്നെ വെച്ചിരിക്കണത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യണ ആൾക്കാർ. അപ്പോഴേ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന 2004 സംഭവിക്കണത്. അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ. അപ്പം അതൊരു സാമ്പിൾ കാണിച്ചതാണ്. സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ച് അത് തീർന്ന്. പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെരുവ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നണുണ്ടാവും ഏതെങ്കിലും ഓരോരോ സഡനായിട്ടല്ല ഇത് തുടങ്ങണത്. ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പം നീ ഇന്ന് എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവസ്നേഹത്തോടെയാണ്, ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾക്ക് ആമേൻ പറയുകയും ചെയ്യേണ്ടത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.